ഹലോ. നമ്മൾ ലാസ്റ്റ് ഡേ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ അതായത് പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. ഇതിനകത്താണ് ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ കാര്യകാരണങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഒരു പാവാട നല്ല ഭംഗിയായിട്ട് തുന്നുക എന്നുള്ളതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതാ ഞാൻ ഇന്നലെ പറഞ്ഞ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 38 ഇഞ്ചാണ് എനിക്ക് പാവാടയുടെ ലെങ്ത് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് ബാൻഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൈനസ് ചെയ്ത് 36 ഇഞ്ച് അര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 37 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ഞാൻ ഈ പാവാടയുടെ ഹൈറ്റ് കട്ട് ചെയ്യുകയാണ് കേട്ടോ. തുണിയുള്ളത് 4 മീറ്ററാണ്, 160 ഇഞ്ചാണ് ഈ ഒരു തുണിയുടെ ലെങ്ത് ഉള്ളത്. 4 മീറ്റർ എന്ന് പറഞ്ഞാൽ 158 ഇഞ്ചാണ്, 160 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും പ്ലീറ്റ് എത്രയാണ് എടുക്കുന്നത്, പ്ലീറ്റിൻ്റെയൊക്കെ എത്രയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ അത് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഹൈറ്റ് ഞാൻ പറഞ്ഞ പോലെ 37.5 ഇഞ്ചിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് പ്ലീറ്റ് ഇൻടേക്കും മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഇഞ്ചാണ് നമ്മൾ 2 സൈഡിലും തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതായത് ടോട്ടൽ 4 ഇഞ്ച് നമ്മൾ ആ കാൽക്കുലേഷനിൽ മൈനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ പാവാടയുടെ ഓപ്പൺ സൈഡ്, അതായത് ഈ തുണിയുടെ 2 ഓപ്പൺ സൈഡ് ഒരുമിച്ച് പിടിച്ചിട്ട് ഞാൻ ആ ഒരു 2 ഇഞ്ചിൻ്റെ മാർക്കിംഗ് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ മാറ്റിയിട്ടുള്ള 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പ്ലീറ്റ് ഇൻടേക്കും മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ പാവാടയ്ക്ക് 3/4 ഇഞ്ച്, ഇത് എൻ്റെ പാവാടയല്ല, കസ്റ്റമറിന് വേണ്ടി ചെയ്യണതാണ്. വാട്ടെവർ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഈ പാവാടയ്ക്ക് 3/4 ഇഞ്ച് പ്ലീറ്റ് സൈസ് വേണമെന്നാണ്. അപ്പോൾ ആ 3/4 ഇഞ്ചിന് ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ പ്ലീറ്റ് ഇൻടേക്ക് നമ്മുടെ കാൽക്കുലേഷൻ വൈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 4.25 ഇഞ്ച്. അതായത് ഇത്രയും തുണി നമ്മൾ എടുക്കുമ്പോൾ 3/4 ഇഞ്ച് പ്ലീറ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ളപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി വയ്ക്കാവുന്ന തുണിയുടെ അളവ്, അതാണ് പ്ലീറ്റ് ഇൻടേക്ക്. അതെനിക്ക് കിട്ടുക ഒരു പ്ലീറ്റിൻ്റെ അടിയിലേക്ക് 4.25 ഇഞ്ച് കൊടുക്കാം എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പേപ്പറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്ലീറ്റ് ഇൻടേക്ക്, പ്ലീറ്റ് ഇൻടേക്ക് അങ്ങനെയാണ് മാർക്ക് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തുണിയുടെ 2 അരികെ വശം നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഇത് ക്ലോത്ത് ഫ്രൈയിങ്, അതായത് ഈ നൂലിങ്ങനെ പിന്നി പോകുന്ന ടൈപ്പ് ഓഫ് തുണിയാണ്. പിന്നെ അതല്ലെങ്കിലും തന്നെ നമ്മൾ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒരു 4 ഇഞ്ചിൽ അടിച്ച് അത് ഫിനിഷ് ചെയ്യണം കേട്ടോ, 2 അറ്റം. അതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ അത്യാവശ്യം സ്ലോ ആണെന്ന് ഫീൽ ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കും മനസ്സിലാവണം, അതായത് ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്പീഡിൽ ചെയ്തിട്ടുള്ളത്. ബോറിംഗ് ആയിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. നിങ്ങൾ 1x സ്പീഡിലോ 2x സ്പീഡിലോ അതിന് മീതേക്കോ നിങ്ങൾ വൈൻഡ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം കാണാം. വാട്ടെവർ. ഇപ്പം ഞാൻ 2 സൈഡിലും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലീറ്റിനെ അടിച്ചെടുക്കാം. നമ്മൾ ത്രൂ ഔട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, 3/4 ഇഞ്ച് 4.25 ഇഞ്ചായിട്ട് ത്രൂ ഔട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്ലീറ്റിൻ്റെ ഭാഗമല്ലേ, അവിടെ നിന്ന് ആ 3/4 ഇഞ്ചിൻ്റെ ആ പോയിൻ്റിൽ നിന്ന് പിടിച്ചിട്ട് നമ്മൾ ആ 4.25 ഇഞ്ച് മാർക്ക് ചെയ്തിടത്തേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് പിടിക്കുന്നു, ഈ 4.25 ഇഞ്ച് അവസാനിക്കുന്നിടത്തേക്ക് കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. ഈ ഹെഡ് പിൻ കുത്തണം എന്നൊരു നിർബന്ധമില്ല. ഇപ്പം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഹെഡ് പിൻ വെച്ച് പിന്നി വെച്ച് സെക്യൂർ ചെയ്തിട്ട് കാണിക്കുകയാണ്. നമുക്കിങ്ങനെ ഡയറക്റ്റ് പിടിച്ചു കൊടുത്ത് തുന്നി പോകാം. അതായത് ഒരു 3 പ്ലീറ്റൊക്കെ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ തയ്ക്കുമ്പോൾ എത്ര പ്ലീറ്റ് വെച്ചിട്ടാണ് നമുക്ക് തയ്ച്ച് തുടങ്ങാൻ പറ്റുക, എവിടെ തയ്പ്പ് നിർത്തണം, എവിടെ തയ്പ്പ് നിർത്തിയിട്ട് പിന്നെ വീണ്ടും പ്ലീറ്റ് എടുത്ത് വെച്ച് കൊടുക്കണം എന്നുള്ളത്. ഞാൻ ആദ്യം തുണിയിൽ ഫുള്ള് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കയ്യോടെ വേണമെങ്കിൽ 3/4 ഇഞ്ച് 4 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്തു പോകും. അതൊക്കെ നിങ്ങളുടെ സൗകര്യം. എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് ആദ്യമേ നമ്മളിതിങ്ങനെ മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ടേപ്പായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോയേ വേണ്ടു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു എളുപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏത് ടൈപ്പ് തുണിയാണെങ്കിലും നമുക്കിങ്ങനെ എടുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തേക്കുന്ന സമയത്തേക്ക് നന്നായിട്ട് എളുപ്പമാണ് കേട്ടോ, കാര്യങ്ങൾ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ പ്ലീറ്റ് ബോർഡൊക്കെ വെച്ച് ചെയ്തിരുന്ന സമയത്ത് ആദ്യം തന്നെ ഞാൻ അയൺ ചെയ്യുക ചെയ്തിരുന്നത്.
പ്ലീറ്റ് ബോർഡിൽ വെച്ച് അയൺ ചെയ്തതിന് ശേഷം, അത് ചെറിയ കുട്ടികളുടെ പാവാടയാണ്, അയൺ ചെയ്തതിന് ശേഷം പ്ലീറ്റ് അയൺ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അതിനേക്കാൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോസസ്സ് അയണിങ് ആണ്. ഇത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ചിലരെങ്കിലും ഒക്കെ പട്ടുപാവാട അങ്ങനെ വെറുതെ അടിച്ച് വിടുന്നത് കാണാറുണ്ട്. അത് വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയാണ് കേട്ടോ. അതായത് അപ്പോൾ ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവും ഞങ്ങൾ അതിനുള്ള കാശേ മേടിക്കണുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ പ്ലീറ്റഡ് സ്കേർട്ട് എന്ന് പറയുമ്പോൾ ആ പ്ലീറ്റ് അതിൽ വൃത്തിയായിട്ട് കാണണം എന്നുള്ളതാണ് കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ അയൺ ബോക്സ് യൂസ് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് സ്റ്റീം അയൺ ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അതുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നല്ല ഫിനിഷിംഗ് ആയിരിക്കും. നിങ്ങൾ പ്രൊഫഷണലി അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ തയ്ച്ച് കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റീം അയണിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നഷ്ടം വരാനില്ല കേട്ടോ. നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ് 1-2 പടി മുന്നിൽ നിർത്താനായിട്ട് അത് വളരെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പിന്നെ ഇത്ര പൊക്കി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും വാങ്ങാം. ഓൺലൈനായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫ്ലൈൻ ഷോപ്പിൽ നിന്ന് പോയിട്ട് മേടിക്കാം. എങ്ങനെയാണെങ്കിൽ വാങ്ങാം. ഒരെണ്ണം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് പ്ലീറ്റ്സൊക്കെ. ഇനി ഉള്ള പോർഷൻ ഓപ്ഷണലാണ്. ഞാൻ ലൈനിങ് വെക്കുന്നുണ്ട്. അത് തന്നെ ഞാൻ പാനലായിട്ടാണ് ലൈനിങ് വെക്കുന്നത്. 12 പാനലാണ് ഞാൻ ലൈനിങ്ങിന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പ്ലീറ്റഡ് ആയിട്ട് തന്നെ ഉള്ളിൽ ലൈനിങ് കൊടുക്കാം. അപ്പോൾ ലൈനിങ് വെക്കുന്നവർ വെക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കുക. ഞാനിങ്ങനെ വെച്ചെടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഇനി ഞാനിതിന് സൈഡ് സിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ലൈനിങ് ഇട്ട് സൈഡ് സിബൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് സീ ത്രൂ അല്ലാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് അടിയിൽ പാനലായിട്ട് ലൈനിങ് പോയാലും ഓക്കെയാണ്. പ്ലീറ്റിൻ്റെ പുറത്തേക്ക് കാണില്ല. ഇപ്പോൾ ഈ ഗോൾഡൻ ബോർഡർ ജോർജറ്റ് അങ്ങനത്തെ തുണികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് പാനലായിട്ട് ലൈനിങ് വരുന്നതിനേക്കാളും പ്ലീറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും ഭംഗി. ഇത് ഓക്കെയാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സീക്രട്ട് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ നമ്മൾ പാവാടയുടെ ലൈനിങ്ങും പാവാടയും തമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ബാൻഡിൽ മാത്രമേ അത് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഞാനൊരു 9.5-10 ഇഞ്ചോളം താഴത്തേക്ക് സിബ് ഇറക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ മീദത്തെ തയ്യൽ തുമ്പിൻ്റെ അവിടെ സിബിൻ്റെ അറ്റം വെച്ച് കൊടുത്തിട്ട് സിബ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് കിട്ടണം. അപ്പോൾ നമുക്കറിയാമല്ലോ, നിങ്ങൾ സീക്രട്ട് സിബ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് വെക്കാൻ അറിയുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സിബ് പ്രോപ്പറായിട്ട് വെക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് കിട്ടണം. അപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് വെക്കണം സിബിനെ. അങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഈ 2 ഭാഗത്തും ഈ രീതിയിൽ സിബിൻ്റെ ആ ടീത്ത് തിരിഞ്ഞ് വരണം. ആ രീതിയിൽ തയ്ച്ചാലാണ് നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുക. അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ സിംഗിൾ ഫൂട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് ഫൂട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ലെഫ്റ്റും റൈറ്റും ഒരുമിച്ചുള്ള ഫൂട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടാം. എൻ്റെ സ്ക്രൂ ഫിറ്റ് ഡിവൈസ്, അതായത് ഫുഡ് ചേഞ്ചിങ് ഡിവൈസ് കുറച്ച് പ്രശ്നമായതുകൊണ്ട് ഞാനിപ്പോൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടത് മാറ്റിയിടുകയാണ് ചെയ്തത്. വേറൊരു ജാക്കിൻ്റെ ഒരു സംഗതി നല്ലത് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടിരുന്നു കേട്ടോ. അത് ഞാൻ വാങ്ങി ട്രൈ ചെയ്തിട്ടില്ല. നിങ്ങൾ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ അതിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നന്നായി. ഞാനത് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ഫൂട്ട് ഇട്ടിട്ടുണ്ട്, ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ചെക്ക് ചെയ്തു, അത് കറക്റ്റായിട്ട് വന്നിട്ടില്ലേന്ന്. എന്നിട്ട് ഞാൻ ഫൂട്ട് മാറ്റിയില്ല കേട്ടോ. എനിക്ക് ഫൂട്ട് മാറ്റാനുള്ള മടി കാരണം ഞാൻ ഇതേ ലെഫ്റ്റ് ഫൂട്ട് ഇട്ടിട്ട് തന്നെയാണ് ഇപ്പുറത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ആദ്യം മീതേന്ന് തന്നെ താഴത്തേക്ക് ആ സിബിൻ്റെ വെറുതെ അരികിൽ കൂടെ ആ സിബ് എനിക്ക് എത്ര സൈസ് വരെയാണോ, അതായത് എത്ര ലെങ്ത് വരെയാണോ വേണ്ടത് ആ ലെങ്ത് വരെ ഞാൻ വെറുതെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. ചുമ്മാ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ താഴേന്ന് സിബിൻ്റെ ടീത്തിൻ്റെ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ നമുക്ക് ഒരേ സെയിം ഫൂട്ട് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്ന് സ്റ്റിച്ച് ചെയ്താൽ ചിലപ്പോൾ സിബ് കയറി ഇറങ്ങി പോകും കേട്ടോ, ഒരേ ഫൂട്ട് ഇട്ടിട്ട് ചെയ്യുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫൂട്ട് മാറ്റിയിട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ. യൂഷ്വലി ഞാൻ മാറ്റാറുണ്ട്. ഞാൻ വീഡിയോയും കൂടെ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഫൂട്ട് മാറ്റാത്തത്. കാരണം അപ്പോൾ നമ്മുടെ ട്രൈപോഡിൻ്റെ അലൈൻമെൻറ്റ് എല്ലാം ഇവിടെ നിന്ന് എഴുന്നേക്കണോടുകൂടി മാറും. അപ്പോൾ അത് വീണ്ടും റീസെറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ സെയിം ഫൂട്ട് തന്നെ ഇട്ടിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ സീക്രട്ട് സിബ് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുക. അത് നീറ്റായിട്ട് വന്നിട്ടില്ല എന്നുള്ളത്, അതായത് നമ്മളത് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, സിബ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്, തുണിയോട് ചേർന്നിട്ട് തന്നെയല്ലേ ഉള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇൻ കേസ് അവിടെ എന്തെങ്കിലും എന്താ പറയുക സിബ് കാണുന്ന രീതിയിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ റീസ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഓരോ പോയിൻറ്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ പോയിൻറ്റിലും ഈ ചെറിയ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ
വൺസ് ഈ ഡ്രസ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അഴിച്ചു പണി ഉണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ ലൈനിങ്ങും പാവാടയുടെ ബാലൻസ് ഉള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്യണം. ഇത് രണ്ടും കൂടി കൂട്ടി വെച്ചിട്ടല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. പകരം നമ്മൾ എ ലൈനായിട്ടുള്ള ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു അനാർക്കലി ഡ്രസ്സിൻ്റെയൊക്കെ താഴത്തേക്കുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുക, അതായത് ലൈനിങ് നമ്മൾ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യും, മെയിൻ ക്ലോത്ത് നമ്മൾ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ തന്നെയാണ് ഇതും സ്റ്റിച്ച് ചെയ്യേണ്ടത്. കാരണം നമ്മൾ 4 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്, 3 മീറ്ററാണ് ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഫ്ലയറിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഉള്ളിലൊരു പിടുത്തം വരും, കൂട്ടി പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആദ്യം ആ തുണീനെ ലൈനിങ്ങിനെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാവാടയുടെ രണ്ടരികെ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സിബ് അറ്റാച്ച് ചെയ്തതും ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കയറി ഇറങ്ങി നിൽക്കില്ല കേട്ടോ, ഏറ്റക്കുറച്ചിൽ വരില്ല. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ വലിയ അഴിച്ച് പണികളില്ലാതെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മെയിൻ പാർട്ട് ആ സിബിൻ്റെ താഴത്തേക്ക് കുറച്ച് ഒന്ന് മീതേക്ക് കയറ്റിയിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് ലൈനിങ് സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ് ഇപ്പുറത്തേക്ക് മറിച്ചിടുക. എന്നിട്ട് ലൈനിങ്ങിൻ്റെ തുണീനെ ഇതേപോലെ പിടിച്ച് വെച്ചിട്ട് അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. ഇതും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. നമ്മളെല്ലാ സ്റ്റിച്ചും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, അതാണ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ്ങിൻ്റെ ഭാഗത്തും കയറി ഇറങ്ങി നിൽക്കണില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. ഞാൻ ഓൾറെഡി ലൈനിങ്ങിൻ്റെ താഴത്തെ ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ലൈനിങ്ങിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് ഒരു 36 ഇഞ്ചൊക്കെയാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. പാവാട 38 ഇഞ്ചാണ്, ഇതൊരു 36.5 ആ ഒരു അത്രയാണ് ലെങ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടോട്ടൽ 38 ഇഞ്ച് ലെങ്തിൻ്റെ പാവാടയ്ക്ക് 38 ഇഞ്ച് തന്നെ ലൈനിങ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് അടിച്ചിട്ടുണ്ട്. നമ്മൾ സിബിൻ്റെ ഈ എക്സസ് ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് ആ ഭാഗം നമുക്കൊന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈനിങ് ക്ലോത്ത് എടുക്കുക, സിമിലർ കളറോ സെയിം കളറോ ഉണ്ടെങ്കിൽ വളരെ നന്നായി. ഇല്ല വെച്ചാലും കുഴപ്പമില്ല, ഇത് ഉള്ളിലുള്ള ഭാഗമാണ്, അതങ്ങനെ വിസിബിൾ ആവണതല്ല. എന്നാലും നമ്മളൊരു ഫിനിഷിങ്ങിന് സന്തോഷത്തിന് വേണ്ടിയിട്ട് സെയിം കളർ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സിബിൻ്റെ അരികെ ഫിനിഷ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഒരു തുണി കഷ്ണത്തിന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിങ്ങനെ കുഴൽ പോലെ തയ്ച്ചെടുത്തിട്ട് അടിച്ച് മറിച്ചെടുക്കുക. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ ഇപ്പുറത്തേക്ക് അടിച്ചു, സ്ട്രെയിറ്റ് താഴത്തേക്ക് അടിച്ചു, എക്സസ് ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതങ്ങിട്ട് മറിച്ച് കഴിഞ്ഞാൽ ആ സിബിൻ്റെ എഡ്ജ് എന്തായി, കൺസീൽഡായി. ഇനി ഈ തുണിയുടെ ഭാഗത്തിന് നമ്മൾ മടക്കി അടിക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നീറ്റായി. ഇതൊക്കെ ചെറിയ ടിപ്സാണ്. പക്ഷേ ഒരാൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് അറിയണ ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വർക്ക് നോക്കുമ്പോൾ അവർക്ക് ഈ ഒരു ഇതൊക്കെ വളരെ ഇമ്പ്രസീവായിട്ട് തോന്നും കേട്ടോ. ഈ ഫിനിഷിങ് അവർ ഇത്രയും നന്നായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര കെയർ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ഫീല് വരും. നമ്മൾ പറയില്ലേ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു വർക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യല്ല വേണ്ടത്, ആ വർക്ക് ഇറ്റ്സെൽഫ് ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കണം കാണുന്നവർക്ക്, ഹൗ നീറ്റ്ലി വി ഫിനിഷ് ദാറ്റ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി നമുക്കൊന്നുമില്ല, ബാൻഡ് വെക്കാനേ ഉള്ളൂ. സിബ് ഞാൻ ഒന്നും കൂടെ ക്ലോസ് ചെയ്ത് നോക്കുകയാണ് കറക്റ്റ് അല്ലേ എന്നുള്ളത്. ഞാൻ ബാൻഡിനുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസൈഡ് ഉണ്ടായിരുന്ന ബാൻഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 ഇഞ്ച്, അതായത് 1.5 ഇഞ്ചിൻ്റെ ബാൻഡായിരുന്നു. അപ്പോൾ 3 ഇഞ്ചും ഇത് 4 ഇഞ്ചാണ് ഉള്ളത് കേട്ടോ. അതായത് നമുക്ക് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 4 ഇഞ്ചാണ് ഉള്ളത്. എങ്ങനെ, ഞാൻ മുകളിലത്തെ ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം 4 ഇഞ്ച് ഞാൻ ഈ രണ്ടരികും മടക്കി തയ്ച്ചിട്ടുണ്ട്. നമ്മുടെ ബാൻഡിൻ്റെ ലെങ്ത് വന്ന് 24 ഇഞ്ചായിരുന്നു. അപ്പോൾ ആ ലെങ്തിലുള്ള ബാൻഡാണത്. ഈ ഒരു കഷ്ണം റെക്റ്റാങ്കുലർ പീസ് കട്ട് ചെയ്യാനും അത് ഹൈറ്റ് നോക്കി കട്ട് ചെയ്യാനും സൈഡ് അടിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് അതും അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യണത് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മറിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റുവെച്ചാൽ നമ്മുടെ പുറമേ കാണുന്ന സ്റ്റിച്ചില്ലേ, ആ കാണുന്ന സ്റ്റിച്ചിൻ്റെ അവിടെ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് നമുക്ക് തയ്ക്കുന്ന സമയത്ത് ആ സ്റ്റിച്ച് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിൻ്റെ മീതെ കൂടെ ചിലപ്പോൾ കയറി വരാം, അത്ര നീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ പാവാടയൊക്കെ ആകുമ്പോൾ ഉള്ളിൽ വെച്ചിട്ട് ഈ പടി സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തേക്ക് മറിച്ച് ഫിനിഷ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് ഒട്ടിച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ തുണി ഓൾറെഡി കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ഇതിനൊരു അഡീഷണൽ സപ്പോർട്ട് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ക്യാൻവാസ് അറ്റാച്ച് ചെയ്യാത്തത് കേട്ടോ. ക്യാൻവാസ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ ഇത് കറക്റ്റ് അരവണ്ണത്തിലാണുള്ളത്. ഓവർ സൈസ്ഡ്, അതായത് ഒരുപാട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന പോലെയല്ല. കാരണം നമ്മൾ സൈഡ് സിബ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക്
പാവാട കയറ്റിയിടാനും ഇറക്കിയിടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ ഈ പാവാട സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓവർലാപ്പിംഗ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അരവണ്ണം അതിനനുസരിച്ചിട്ട് 1-2 ഇഞ്ച് കൂട്ടി കൊടുക്കേണ്ടതാണ്. ഞാനിതിൽ കൂട്ടി കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇപ്പം ഞാനിതാ ഇപ്പുറത്തെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ തുന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഉൾഭാഗത്ത് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചിലപ്പോൾ കയറി ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് അതിൻ്റേതായ ഭംഗിയിൽ വരാൻ ടാസ്ക്കാണ്. നമ്മൾ നോക്കി നോക്കി സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത് ചുളിവുകളില്ലാതെ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. അത് ചുളിവുകളില്ലാതെ കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ബാൻഡ് ലെങ്ത് എടുത്താലാണ് നമുക്ക് ചുളിവുകളില്ലാതെ നന്നായിട്ട് കിട്ടുക. ഇതിപ്പോൾ ഒരു പ്ലീറ്റഡ് സ്കേർട്ട് സ്ട്രെയിറ്റ് പീസ് ആയതുകൊണ്ട് നമുക്ക് ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടും. ഇപ്പോൾ നമ്മൾ അംബ്രല്ല സ്കേർട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കേർവ്ഡ് ആയിരിക്കുമല്ലോ അതിൻ്റെ അരഭാഗം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മറിച്ച് തയ്ക്കുകയും ചെയ്യുക. സ്റ്റിച്ച് ശ്രദ്ധിച്ചിട്ട് തന്നെ, കാരണം ചിലപ്പോൾ ചുളിവുകൾ വരുമ്പോൾ നമുക്കത് ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാൻഡ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡ് ഒന്ന് ക്ലോസ് ചെയ്യണം. നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാതെയും വേണമെങ്കിൽ വിടാം. കാരണം അങ്ങനെ ക്ലോസ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്ക് ഒരു ചെറിയ എന്താ പറയുക ഡോരിയൊക്കെ ഇട്ട് കൊടുത്ത് ടാസൽസൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ ഹുക്ക് കൊടുത്താലും അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കത് സെറ്റാക്കാൻ പറ്റും. എനിക്കിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ഓപ്പണിങ്, ആ ബാൻഡിൻ്റെ ഓപ്പണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നീറ്റാണ് എന്നുള്ളത്, എവറി സ്റ്റിച്ച് നീറ്റാണെന്നുള്ളത് നോക്കുക. എവറി ത്രെഡ് എക്സ്ട്രാ പറഞ്ഞ എവറി ത്രെഡ് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതാണ് നമ്മുടെ പാവാട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ബക്കിൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റൊരു ബക്കിളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ട്രൈ ചെയ്യാൻ വരുന്ന സമയത്ത് അഡീഷണൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ വേണ്ടി വരുന്നുണ്ടാവില്ല. ഇത് കറക്റ്റ് സൈസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പ്ലീറ്റൊക്കെ അടുക്കി നല്ല ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മുന്നത്തെ വീഡിയോ കണ്ടവർക്കാണ് ഇത് കൂടുതൽ മനസ്സിലാവുണ്ടാവുക. കാരണം ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടൊക്കെ മുന്നത്തെ വീഡിയോയിലാണ്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ 4 മീറ്ററാണ്. എൻ്റെ ഒരു അഭിപ്രായം 4.5 മീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ല ഭംഗിയുള്ള പാവാടയാവുമായിരുന്നു എന്നാണ് കേട്ടോ. കാരണം മീതെങ്ങനെയാണോ പ്ലീറ്റ് അത് താഴെ വരെയും അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ള പാവാട കിട്ടണമെങ്കിൽ നല്ല തുണി വേണം. അപ്പോൾ അതും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത്.